നമസ്കാരം. ജയ് ഭീം. ഞാൻ സുധീർ കുമാർ, ചാനൽ ചോദ്യ സംസ്കൃതി. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ കണ്ട അല്ലെങ്കിൽ എൻ്റെ ഈ പ്രോഗ്രാംസ് ഈ ചാനൽ കാണുന്ന പല സുഹൃത്തുക്കളും എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യം, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്നൊക്കെ എന്നോട് പറയണം എന്ന് പറഞ്ഞേൽപ്പിച്ചു. കാരണം വീഡിയോ ചെയ്യുന്ന ആളുകൾ അങ്ങനെ പറയുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടത്രേ. അങ്ങനെ എല്ലാ വീഡിയോകൾ ചെയ്യുന്ന എല്ലാവരും അത് പറയും, എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ തെറിയല്ലാത്ത കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇതാണ് എനിക്ക് ആമുഖമല്ല, എനിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഇത് കർക്കിടക മാസമാണ്. വിശ്വാസികൾ എല്ലാവരും രാമായണ മാസം ആയിട്ടും എത്തീസ്റ്റായിട്ടുള്ള ആളുകൾ, യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ രാവണ മാസമായിട്ടും ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടകം. പണ്ട് കള്ളക്കർക്കിടകം ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു ദൈവിക പരിവേഷമൊക്കെയുള്ള മാസമായിട്ട് മാറി. ഈ രാവണമാസം എന്ന് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. നമ്മുടെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിമാനമായ സഹോദരൻ അയ്യപ്പനാണ് അങ്ങനെ രാവണമാസം എന്ന് പറഞ്ഞത്. അത് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്താണ്. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പോകും. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഞാനപ്പോൾ രണ്ട് രീതിയിലാണ് രാമായണത്തെ സമീപിക്കാനുള്ള താല്പര്യം ഈ ഒരു സമയത്തുണ്ടായത്. ഒന്ന്, നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ രൂപപ്പെടുത്തിയ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം, എന്ന് പേരുള്ളൊരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാമൻ ഒക്കെ മനസ്സിൽ വന്നു. രണ്ടാമത്, ഇപ്പോൾ സമകാലികമായിട്ട് നമ്മുടെ ഡോക്ടർ TS ശ്യാംകുമാർ, അദ്ദേഹം രാമായണത്തെ ഒരുപാട് രാമായണത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അതിൻ്റെയൊക്കെ കൂടി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമായണം ഒന്ന് വായിച്ചു നോക്കാം. എന്തായാലും ഒരു കഥയാണല്ലോ, രാമായണം കഥ എന്നാണ് പറയുക. രാമായണ ചരിത്രം, രാമൻ്റെ ചരിത്രം എന്നല്ല, രാമായണം കഥ എന്ന് തന്നെയാണ് എല്ലാവരും. അത് ജാതിഭേദ മതഭേദമന്യേ എല്ലാവരും പറയുന്നത് രാമായണ കഥ എന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്കത് കഥ മാത്രമാണ്. കഥയിലാണെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നല്ലതുകളെയും ചീത്തകളെയും എടുത്ത് പരിശോധിക്കുന്ന ഒരു സമ്പ്രദായം ലോകത്തിൽ എല്ലാ സാഹിത്യ മേഖലകളിലും രാഷ്ട്രീയ സാംസ്കാരിക എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് ചോദിക്കാൻ പാടില്ല എന്നെനിക്കറിയാം. കാരണം ചോദ്യ സംസ്കൃതിയാണ്, ചോദിക്കുന്ന സംസ്കാരമുള്ള ആളുകളാണ്. പക്ഷേ ഈ ചോദിക്കുന്ന ആ സംസ്കാരമുള്ള ആളുകളെ നിശബ്ദരാക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് എല്ലാവരും ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആര് ചോദ്യം ചോദിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചോദ്യത്തെ എല്ലാം നിശ്ചലമാക്കി കളയുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, പാർലമെൻറ്റിൽ ചില മന്ത്രിമാർ വരുന്നില്ല, ചോദ്യത്തെ ഭയന്നുകൊണ്ട് 7ാമത്തെ ദിവസം 8ാമത്തെ ദിവസമൊക്കെ ആയിട്ടും പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്നില്ല. ചോദ്യത്തെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാണ്, ഗൗനിക്കുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഈ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യ സംസ്കൃതിയിലൂടെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം,
ഇവിടെ രാമനും രാവണനും തമ്മിൽ നടന്ന യുദ്ധമാണ് രാമായണം. യുദ്ധമുണ്ടാവാനുള്ള കാര്യം രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ വിവാഹ അഭ്യർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ, അത് വിവാഹാഭ്യർത്ഥന നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതവിടെ നിന്നോട്ടെ, കാരണം മെയിൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ മൂക്കും മുലയും അരിഞ്ഞു കളഞ്ഞു. ഇതാണ് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് രാമരാവണ യുദ്ധത്തിലേക്ക് നയിച്ച കാര്യം. സ്വാഭാവികമായിട്ട് പെങ്ങളെ അപമാനിച്ച് വിട്ടവനെ ഒരു ഉപദ്രവം കാണിക്കണം എന്ന് രാവണൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് തെറ്റ് പറയാൻ പറ്റില്ല. മറ്റാരെങ്കിലും തെറ്റ് പറയുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല. അങ്ങനെയാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. എങ്ങനെ രാമൻ ഒരു മാരീചൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ മാനാകുന്നു, സ്വർണ്ണമാനാകുന്നു, ആ മാനിനെ വേണമെന്ന് സീത പറയുന്നു. ആ മാനിനെ പിടിക്കാനായിട്ട് രാമൻ പോകുന്നു. രാമൻ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് ലക്ഷ്മണ സീതയെ എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്നത് കേട്ട് സീതയുടെ അവർ താമസിച്ചിരുന്ന കുടിലിന് ഒരു ചാപം വരച്ചിട്ട് ലക്ഷ്മണൻ തൻ്റെ അസ്ത്രം കൊണ്ടൊരു ചാപം വരച്ചിട്ട് ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് പോവാണ്. സീതയോട് കർക്കശമായിട്ട് പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ ചാപം കടന്ന് പുറത്തു പോകരുത് എന്ന് ലക്ഷ്മണൻ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ലക്ഷ്മണൻ പോയ തക്കം നോക്കി നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള രാവണൻ അവിടെ ഏതൊരു മഹർഷിയുടെ രൂപം പൂണ്ട് അവിടെ വന്നുകൊണ്ട് അവിടെ ഭിക്ഷ യാചിക്കുന്നു. ഈ ഭിക്ഷ യാചിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അന്ന് ദാനം കൊടുക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. അപ്പോൾ അങ്ങനെ ഭിക്ഷ കൊടുക്കാൻ വേണ്ടി സീത അകത്തേക്ക് പോയി. ശ്യാംകുമാർ സാറ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് മുളയരിയൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഇറച്ചിച്ചോറായിരിക്കാം സീത എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് മുളയരി ആയിരിക്കാം ഭക്ഷണം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ദാനം കൊടുത്തു, എന്തോ ആവട്ടെ. ഈ ദാനം കൊടുക്കുന്ന സമയത്ത് ഈ ചാപത്തെ മറികടന്നുകൊണ്ടാണ് സീത രാവണന് ഈ പറയുന്ന ദാനം കൊടുക്കുന്നത്. ഈ തക്കം നോക്കി രാവണൻ സീതയെ അപഹരിച്ചു, തട്ടിക്കൊണ്ടുപോയി. ഇവിടെയാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യം. രാവണന് ഞാനിപ്പോൾ ഈ രാമായണം ഒന്ന് വായിച്ചതിൻ്റെ ഒരടിസ്ഥാനത്തിൽ, മനസ്സിലാക്കിയതിൻ്റെ ഒരടിസ്ഥാനത്തിൽ രാവണന് ഒരു കാരണവശാലും ഒരിക്കലും സീതയെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. അപ്പോൾ പിന്നെന്തായിരിക്കും? അപ്പോൾ പിന്നെ സീത സർവാത്മന രാവണന്റെ കൂടെ പോയതായിക്കൂടെ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് രാവണന് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നാവും. പറ്റില്ല. കാരണം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ രാവണൻ ആ സ്ത്രീയെ സ്പർശിച്ചാൽ നളഗോപുരൻ്റെയും മറ്റേ ബ്രഹ്മാവിൻ്റെയും ശാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പുള്ളിക്കാരൻ ഒരുപാട് ശാപം മേടിച്ച് കിട്ടിയ ആളാണ് ഈ രാവണൻ. അതെന്തിനാണെന്ന് പിന്നെ എപ്പോഴെങ്കിലും പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ആ ശാപം എന്താണ്? ഇതേ രീതിയിലുള്ള ഒരു സ്ത്രീയെ നീ അനാവശ്യമായി അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ നീ അവരെ സ്പർശിച്ചാൽ നിന്റെ തല 100 കണക്കിന് കഷണങ്ങളായി പൊട്ടിത്തെറിച്ചു പോകും. ഇതാണ് നളഗോപുരനും മറ്റൊരവസരത്തിൽ ബ്രഹ്മാവും കൊടുത്തിരിക്കുന്ന ശാപം. അപ്പം അതുകൊണ്ട് എന്തായാലും രാവണൻ പ്രസ്തുത സീതയെ സ്പർശിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ എങ്ങനെ സീതയെ വലിച്ചിഴച്ച് കേശഭാരത്തിൽ പിടിച്ച് വലിച്ചിഴച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഈ പറയുന്ന വൈശ്രവണനിൽ നിന്ന് തട്ടിയെടുത്തതാണ് പുഷ്പക വിമാനം. ഈ പുഷ്പക വിമാനത്തിൽ കയറ്റി രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി പുഷ്പവനത്തിൽ ഇരുത്തി എന്നാണ് ഈ കഥ.
കഥയെ കഥയായിട്ട് തന്നെ വിടാം. പക്ഷെ ഇന്നത്തെ ഇന്ത്യ അങ്ങനെ കഥ മാത്രം പറയുന്ന ഇന്ത്യ അല്ലല്ലോ. രാമനെ ഭജിച്ചില്ലെങ്കിൽ, ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ കൊലപാതകവും ബലാത്സംഗവും ക്രൂരമായിട്ടുള്ള മർദ്ദനവും നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് റോട്ടിലൂടെ നടത്തുകയും ചെയ്യുന്ന ഒരു ആധുനിക ഇന്ത്യ, പൗരാണിക ഇന്ത്യയുടെ അതിൻ്റെ മറ്റൊരു വേർഷൻ ആധുനിക ഇന്ത്യയിലേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു ആധുനിക ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാമൻ്റെ പേരിലൊക്കെയുള്ള കളവുകളും കാര്യങ്ങളും അത് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ ചെയ്തോ എന്ന് പറയാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. സീതയുടെ സമ്മതമില്ലാതെ രാവണൻ എങ്ങനെയാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്? എനിക്കതിന് പറയാനായിട്ട് വേറെ കാരണങ്ങളുണ്ട്. അത് ഈ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ട് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം നമ്മളുള്ളത് പറയണമല്ലോ. ഈ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദം നിശബ്ദമാണ് അല്ലെങ്കിൽ നിശബ്ദമാക്കുകയാണ്. അതവിടെ നിന്നോട്ടെ. ഇതിനെക്കുറിച്ച് രാമായണത്തെക്കുറിച്ച് അവഗാഹ പാണ്ഡിത്യമെടുത്ത് PhD എടുത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ പകുതി വിശ്വാസികൾ അങ്ങനെയുള്ള ആളുകൾ എന്നോടൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇത്രയും വലിയൊരു ശാപം വഹിച്ചിരിക്കുന്ന രാവണൻ എങ്ങനെയെങ്കിലും സീതയെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ സീത രാവണന്റെ കസ്റ്റഡിയിലായി? സീത സ്വന്തം ഇഷ്ടത്തില് പോയതാവാനുള്ള ഒരു വഴി അവിടെ ഇല്ലേ? സീതയ്ക്ക് വേണ്ടിയതേ ഇപ്പോൾ 300 കോടിയോ 500 കോടിയോ ഒക്കെ മുടക്കി അവിടെ ഒരു വീട് പണിയുന്നുണ്ട്. കോടിക്കണക്കിന് ആളുകൾ റെയിൽവേ സ്റ്റേഷനിലും തെരുവുകളിലും കിടക്കുമ്പോൾ കഥയിലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി വീണ്ടും മുടക്കുന്ന കോടികളുടെ ഭവനം 5 സ്റ്റാറാണ്, 5 സ്റ്റാർ. അപ്പോൾ ഇതൊന്നും അറിയാവുന്നവർ എനിക്കൊന്ന് പറഞ്ഞു തരിക. യാതൊരു കാരണവശാലും സ്ത്രീയെ അനുവാദമില്ലാതെ, അതിനടക്ക് മറ്റൊരു കാര്യമുണ്ട്. രാവണൻ എന്ന് പറയുന്നത് സകല കലാവല്ലഭനാണ്. സർവ ആയോധന കലകളിലും വൈദഗ്ധ്യമുള്ള ആളാണ്. സംഗീതം, ശാസ്ത്രം, പിന്നെന്താ, അതേപോലുള്ള കലകളിൽ ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ്. അരോഗ ദൃഢഗാത്രനാണ്, സൗന്ദര്യമുള്ളവനാണ്, രാക്ഷസനല്ല ബ്രാഹ്മണനാണ്. വിശ്രവസ് എന്ന് പറയുന്ന അച്ഛൻ ബ്രാഹ്മണനാണ്. പക്ഷെ എന്തൊക്കെയോ കൊണ്ട് അതിനും കഥകൾ വേറെ ഉണ്ട്, ഒരുപാട് കഥകളും ഉപകഥകളും ഉണ്ട്. ആ കഥകളുടെ അടിസ്ഥാനത്തിൽ രാക്ഷസ രാജാവായിട്ട് മാറുന്നു. ലങ്കയിൽ ലക്ഷ്മിക്ക് ലങ്കാലക്ഷ്മി എന്നുള്ള ഒരു മറ്റൊരു അഡ്രസ്സും കൂടിയൊക്കെ ഉണ്ട്. അതവിടെ നിന്നോട്ടെ. അറിയാവുന്നവരെ എനിക്കൊന്ന് പറഞ്ഞു തരിക. ഈ ഒരു സാഹചര്യത്തിൽ സീത രാവണന്റെ കൂടെ പോയതാണോ, സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതാണോ? ഇതാണ് ചോദ്യ സംസ്കൃതിയിലൂടെ ഈ പറയുന്ന വിശ്വാസികളോട്, അറിവുള്ള ആളുകളോട് ഇത്തരം കാര്യങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ അറിവ് അല്ല പ്രധാനം, ഈ പറയുന്ന കഥയിൽ ആഴത്തിലുള്ള പഠനമുള്ള ആളുകൾ ഒന്ന് വിശദീകരിച്ച് തന്നാൽ എന്നെപ്പോലെ തന്നെ സംശയമുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് ആ സംശയത്തെ ദൂരീകരിക്കാനായിട്ട് പറ്റും. രാവണനെ നമുക്ക് രാവണനെ നമുക്കൊന്ന് സംരക്ഷിക്കാൻ പറ്റും. സീതയെ അല്ലെങ്കിൽ സീതയുടെ പാതിവൃത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് കഥകൾ കാര്യങ്ങളുണ്ടേ. സാധാരണഗതിയിൽ വെറുതെ ആയിരിക്കില്ലല്ലോ ശ്രീരാമൻ സീതയെ സംശയിച്ചത്. അത് നമുക്ക് അടുത്ത ചർച്ചയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഏതായാലും എൻ്റെ ചോദ്യം ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ആ ചോദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിർത്തുന്നു. ജയ് ഭീം.